പൊതുവെ മലപ്പുറം ജില്ലയിൽ ഇടതുപക്ഷത്തിന്റെ നല്ലൊരു മുന്നേറ്റത്തിന് തന്നെയാണ് വോട്ടെണ്ണുന്ന തിരിച്ചു വരാം ഇല്യാസ് താങ്കളിലേക്ക്. ഇപ്പോൾ അഴീക്കോട് നിന്ന് നമുക്ക് ഒന്നുകൂടെ വിവരങ്ങളിലേക്ക് പോകേണ്ടത് 915 വോട്ടുകളുടെ ലീഡാണ് KM ഷാജിക്ക് ഇപ്പോഴുള്ളത്. MP നികേഷ് കുമാറിനേക്കാൾ 915 വോട്ടുകളുടെ ലീഡാണുള്ളത്. ഏത് ബൂത്തുകളിലേക്കാണ് ആ വോട്ടെണ്ണൽ പോകുന്നതെന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ സുനിൽ ഐസക്കിലേക്ക് ഒന്നുകൂടെ പോകേണ്ടതുണ്ട്. അദ്ദേഹത്തെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി ഈ മത്സരങ്ങൾ ഈ പറയുന്ന കുറ്റ്യാടി, അഴീക്കോട് തുടങ്ങിയിടങ്ങളിലേക്ക് ചുരുങ്ങുകയാണ്. കുറ്റ്യാടിയിലെ വിവരങ്ങളുമായി ജയേഷ് രാഘവൻ ചേരുന്നു. ജയേഷ്, എന്താണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്? ഗോപി, കുറ്റ്യാടിയിൽ ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് മത്സരം പോകുന്നു എന്നുള്ളതിന്റെ സൂചനയാണ്. ലീഡുകൾ മാറി മറിയുകയാണ്. ഇനി 28 ബൂത്തുകൾ മാത്രമാണ് കുറ്റ്യാടിയിൽ എണ്ണാനുള്ളത്. തിരുവള്ളൂർ പഞ്ചായത്തിലാണ് ഈ ബൂത്തുകൾ ഉള്ളത്. 276 വോട്ടുകൾക്ക് ഇപ്പോൾ KK ലതിക, സിറ്റിംഗ് MLA KK ലതിക CPM-ന്റെ മുന്നിട്ട് നിൽക്കുകയാണ്. തിരുവള്ളൂർ പഞ്ചായത്തിലെ ഫലം സാധാരണഗതിയിൽ UDF അനുകൂലമാവുമെന്നാണ് UDF ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഈ പൊതു ട്രെൻഡിന്റെ അടിസ്ഥാനത്തിൽ അവിടെയും പിടിച്ചു നിൽക്കാനാവുന്ന പ്രതീക്ഷയാണ് LDF പുലർത്തുന്നത്. അതുകൊണ്ട് തന്നെ കുറ്റ്യാടിയിലെ മത്സര ഫലം എങ്ങനെയായിരിക്കും യാതൊരു പ്രവചനം നടത്തും ഇപ്പോഴത്തെ കുറ്റ്യാടിയിൽ നേരിയ ഭൂരിപക്ഷത്തിന് ഇപ്പോൾ LDF സ്ഥാനാർത്ഥി KK ലതിക മുന്നിലാണ്. പക്ഷേ കുറ്റ്യാടിയിലെ ഫലം ഇപ്പോഴും അപ്രവചനീയമായി തന്നെ നിലനിൽക്കുന്നു. മലപ്പുറം ജില്ലയിലും പ്രധാനപ്പെട്ട ചില മത്സരങ്ങൾ നടക്കുന്നുണ്ട്. നിലമ്പൂരിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി PV അൻവറിന്റെ ലീഡ് ആര്യാടൻ ഷൗക്കത്തിനേക്കാൾ 5096 അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് തിരൂരങ്ങാടിയിൽ PK അബ്ദുറബ്ബ് പിന്നിലാണ്. മന്ത്രി PK അബ്ദുറബ്ബ് തിരൂരങ്ങാടിയിൽ 25,000-ൽ പരം വോട്ടുകൾക്ക് കഴിഞ്ഞ തവണ വിജയിച്ച PK അബ്ദുറബ്ബ് നിലവിൽ പിന്നിലാണ്. ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥി നിയാസ് 2483 വോട്ടുകൾക്ക് തിരൂരങ്ങാടിയിൽ മുന്നിൽ നിൽക്കുന്നു. താനൂരിൽ അബ്ദുറഹ്മാൻ അണ്ടത്താണിയുടെ ഭൂരിപക്ഷം കേവലം 271. താനൂരിലും ഏത് നിമിഷത്തിലും ഒരു അട്ടിമറി ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട്. തിരുവനന്തപുരത്ത് നേമത്തേക്ക് ഒന്നുകൂടെ പോകേണ്ടതുണ്ട്. നേമത്ത് O രാജഗോപാലിന്റെ ഭൂരിപക്ഷം ഇപ്പോൾ ലീഡ് നില ഇപ്പോൾ 9173 എന്ന നിലക്കാണ്. 3 മണ്ഡലങ്ങളിൽ മാരാർജി ഭവനിലെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അക്കൗണ്ട് തുറക്കുകയാണ് BJP കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി എന്നതുകൊണ്ട് വലിയ ആവേശമാണ് BJP പ്രവർത്തകർക്ക്, NDA പ്രവർത്തകർക്കുള്ളത്. അവിടെ ആകാംക്ഷയോടെ അവസാന നിമിഷങ്ങളിലെ വിവരങ്ങൾ അറിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് NDAയുടെ പ്രവർത്തകർ. BJP ആസ്ഥാനമായ മാരാർജി ഭവനിൽ 9173 O രാജഗോപാലിൻ്റെ ലീഡ് ഇപ്പോൾ നേമത്ത്. എന്ന് മാത്രമല്ല 3 ഇടങ്ങളിൽ അവർ 2ാം സ്ഥാനത്തുണ്ട്. കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ 7347 വോട്ടുകൾക്ക് വിജയം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. NDAയുടെ V മുരളീധരൻ 42,732 വോട്ട് അവിടെ നേടി 2ാം സ്ഥാനത്തായിട്ടുണ്ട്. വട്ടിയൂർക്കാവിൽ K മുരളീധരൻ ജയിച്ച UDF സ്ഥാനാർത്ഥി വട്ടിയൂർക്കാവിൽ K മുരളീധരൻ ജയിച്ചയിടത്ത് NDA 2ാം സ്ഥാനത്താണ്. കുമ്മനം രാജശേഖരന് 22,724 വോട്ടുകളാണ് കിട്ടിയിട്ടുള്ളത്. VS ശിവകുമാർ ജയിച്ച തിരുവനന്തപുരത്ത് 2ാം സ്ഥാനത്ത് NDA ആണ്. ശ്രീശാന്തിന് 34,165 വോട്ടുകൾ നേടിയിട്ടുണ്ട്. ആറന്മുളയിൽ വീണ ജോർജ് 6,527 വോട്ടുകൾക്ക് മുന്നിലാണ് K ശിവദാസൻ നായരേക്കാൾ എന്ന വിവരമാണ് അവിടെ നിന്ന് ലഭിക്കുന്നത്. തിരുവനന്തപുരം മണ്ഡലത്തിലേക്ക് ഒരിക്കൽ കൂടി നേമത്ത് O രാജഗോപാലിന്റെ ലീഡ് നില ഇപ്പോൾ രാജഗോപാലിന്റെ ലീഡ് നില വീണ്ടും കുറഞ്ഞിരിക്കുന്നു. 8631 9,000-ൽ പരം വോട്ടിന്റെ ലീഡ് ഉണ്ടായിരുന്ന O രാജഗോപാലിന്റെ ലീഡ് നില ഇപ്പോൾ 8631. അതേസമയം തന്നെ തിരുവനന്തപുരത്ത് മറ്റ് 3 മണ്ഡലങ്ങളിൽ NDA 2ാം സ്ഥാനത്തുണ്ട്. കഴക്കൂട്ടത്ത് NDA V മുരളീധരൻ 2ാം സ്ഥാനത്താണ്. വട്ടിയൂർക്കാവിൽ ലീഡ് ചെയ്യുന്ന UDF സ്ഥാനാർത്ഥി K മുരളീധരൻ 2ാം സ്ഥാനത്ത്. കുമ്മനം രാജശേഖരൻ. തിരുവനന്തപുരത്ത് VS ശിവകുമാർ ലീഡ് ചെയ്യുന്നു 9,386 വോട്ടുകൾക്ക്. ശ്രീശാന്ത് 2ാം സ്ഥാനത്ത്. O രാജഗോപാലിന്റെ ലീഡ് നിലയിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. 8631 മാരാർജി ഭവൻ മുന്നിൽ പ്രവർത്തകർ ആഹ്ലാദം പങ്കിട്ടിട്ടുണ്ടെങ്കിലും വോട്ട് നിലയിൽ ലീഡ് നിലയിൽ കാര്യമായ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്തും. അത്ഭുതപ്പെടുത്തിയ വിധി വന്നിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്നും കൊല്ലത്തു നിന്നുമാണ്. അതിൽ തന്നെ തൃശ്ശൂരിലേത് വളരെ പ്രത്യേകമായി എടുത്തു പറയേണ്ടതുണ്ട്. ചേലക്കര, കുന്നംകുളം, ഗുരുവായൂർ, മണലൂർ, വടക്കാഞ്ചേരി, ഒല്ലൂർ, തൃശ്ശൂർ, നാട്ടിക, കയ്പമംഗലം, ഇരിങ്ങാലക്കുട, പുതുക്കാട്, ചാലക്കുടി, കൊടുങ്ങല്ലൂർ ഒരു മണ്ഡലത്തിലും UDFന് ആശ്വാസം നൽകുന്ന ഒരു വിജയവും നൽകിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. AC മൊയ്തീൻ വിജയിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മുന്നിട്ട് നിൽക്കുകയാണ് കുന്നംകുളത്ത് CP ജോണിനെതിരെ. KV അബ്ദുൽ ഖാദർ ഗുരുവായൂരിൽ, മുരളി പെരുന്നല്ലി മണലൂരിൽ, വടക്കാഞ്ചേരിയിൽ മേരി തോമസ് തുടങ്ങി K രാജനും VS സുനിൽകുമാറും തൃശ്ശൂരിലടക്കം വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ കാണേണ്ടതാണ് കൊല്ലം ജില്ലയിലെ LDFന്റെ പ്രകടനത്തെയും. കൊല്ലത്ത് ഇങ്ങനെയാണ് നില. കൊല്ലത്ത് എല്ലായിടത്തും LDF ആണ്. കോവൂർ കുഞ്ഞുമേൻ സ്വതന്ത്ര സ്ഥാനാർത്ഥി കുന്നത്തൂരിൽ ജയിച്ചു എന്നതൊഴിച്ചാൽ ബാക്കി എല്ലായിടത്തും LDF സ്ഥാനാർത്ഥികൾ തന്നെയാണ് ജയിച്ചിരിക്കുന്നത്. UDFന് വമ്പൻ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ചാത്തന്നൂരിൽ ഇതിനകം തന്നെ വിജയം GS ജയലാലിൻ്റെ വിജയം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 34,407 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് GS ജയലാൽ LDF സ്ഥാനാർത്ഥി ചാത്തന്നൂരിൽ വിജയിച്ചിട്ടുള്ളത്. അവിടെ 2ാം സ്ഥാനത്ത് NDA സ്ഥാനാർത്ഥിയാണുള്ളത്. നല്ല
കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഭൂരിപക്ഷത്തിലേക്ക് കാര്യങ്ങൾ എടുത്തു പോകുന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എല്ലാ മണ്ഡലങ്ങളിലും, കൊല്ലം ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും നല്ല മുന്നേറ്റം തന്നെ ഉണ്ടാക്കാനായിട്ടുണ്ട് LDF-ന്. വളരെ പെട്ടെന്ന് ഇനി അറിയേണ്ടത് മലപ്പുറം ജില്ലയിലുള്ള വിവരങ്ങളാണ്. മലപ്പുറത്ത് നിന്നും ഞങ്ങളുടെ പ്രതിനിധി ഇല്യാസ് ഒരുപക്ഷെ വിവരങ്ങൾ തരാൻ ഉടൻ തന്നെ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിലമ്പൂരിൽ PV അൻവർ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഇപ്പോൾ 5738 വോട്ടുകൾക്ക് ആര്യാടൻ ഷൗക്കത്തിനേക്കാൾ മുന്നിലാണ്. പെരിന്തൽമണ്ണയിൽ LDF സ്ഥാനാർത്ഥി 1008 വോട്ടുകൾക്ക് മുന്നിലാണ്. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് തിരൂരങ്ങാടിയിൽ മന്ത്രി PK അബ്ദുറബ്ബ് പിന്നിലാണ്. അവിടെ ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥി നിയാസ് 2569 വോട്ടിന് തിരൂരങ്ങാടിയിൽ മുന്നിലാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ശക്തമായ മത്സരം നടക്കുന്നു താനൂരിൽ. അവിടെ അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ ലീഡ് കേവലം 271 സിറ്റിംഗ് MLA അബ്ദുറഹ്മാൻ രണ്ടത്താണി, UDF സ്ഥാനാർത്ഥി അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ ലീഡ് കേവലം 271. ഇടതുപക്ഷ സ്ഥാനാർത്ഥി V അബ്ദുറഹ്മാൻ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. മലപ്പുറത്ത് നിന്ന് ഒരുപക്ഷെ അട്ടിമറിയുടെ വാർത്തകൾ വരാനുള്ള സാധ്യതകൾ ഈ ലീഡ് നിലയിലെ മാറ്റം പ്രവചിക്കുന്നു. തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള ജില്ലകൾ അതിൻ്റെ ടേബിൾ നോക്കുമ്പോൾ എല്ലായിടത്തും ചുവപ്പ് അണിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനാകുന്നത്. ഇതാ കാണുന്നത് പോലെ കൊല്ലത്ത് മുഴുവൻ ചുവന്നിരിക്കുകയാണ്. എല്ലായിടത്തും LDF ആണ് വിജയം വന്നിരിക്കുന്നത്. വി എസ് സുനിൽകുമാറിന്റെ പ്രതികരണം, VS സുനിൽകുമാറിന്റെയും K രാജന്റെയും പ്രതികരണം. CPIയുടെ 2 യുവ നേതാക്കൾക്ക് വലിയ വിജയമുണ്ടായിരിക്കുന്നു. CPIയും വലിയ മുന്നേറ്റമാണ്, നേട്ടം ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രതികരണങ്ങളിലേക്ക് K രാജൻ. നമ്മുടെ ജനങ്ങളാണ് അഴീക്കോട് എന്നുള്ള വിവരമാണ് ഇനി ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. ഷാജി ഇപ്പോഴും ലീഡ് ചെയ്യുന്നു അഴീക്കോട് മണ്ഡലത്തിൽ. 2000-ൽ പരം വോട്ടുകൾക്ക് ഷാജി 2058 വോട്ടുകൾക്ക് ഷാജി ലീഡ് ചെയ്യുന്നു. MP നികേഷ് കുമാറിന് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ഇനി തിരിച്ചു വരാനുള്ള സാധ്യത കുറവാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സുനിൽ, ഏതെങ്കിലും നിലക്ക് തിരിച്ചു വരാനുള്ള സാഹചര്യമുണ്ടോ നികേഷ് കുമാറിന്? സനീഷ്, ഒരു സാധ്യതയുമില്ല. സ്വാഭാവികമായും KM ഷാജി വിജയം ഉറപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. 2057 വോട്ടിന് 5 ബൂത്തുകൾ മാത്രം, കേവലം 5 ബൂത്തുകൾ മാത്രം എണ്ണിത്തീരാനുള്ളപ്പോൾ KM ഷാജി 2057 വോട്ടിന് ലീഡ് ചെയ്തു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൽ വലിയ വിവാദങ്ങൾ ഉയർത്തിയ വിമതിന് കാര്യമായ വോട്ടുകൾ പിടിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. PK രാഗേഷ് വെറും 1479 വോട്ടുകൾ മാത്രമാണ് അഴീക്കോട് പിടിച്ചത്. BJPക്ക് പക്ഷേ വലിയ ആരോപണങ്ങൾ ഉണ്ടായെങ്കിലും BJPക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ തോതിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. ഇപ്പൊ നിലവിൽ കിട്ടുന്ന വിവരം അനുസരിച്ച് 11,728 വോട്ടുകൾ BJP അഴീക്കോട് മണ്ഡലത്തിൽ പിടിച്ചിരിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് 8,780 ആയിരുന്നു വോട്ട്. അതിൽ നിന്ന് അവർക്ക് വലിയ തോതിൽ മുന്നേറാൻ കഴിഞ്ഞു. എന്നാൽ MP നികേഷ് കുമാർ പരാജയത്തിലേക്ക് അടുക്കുകയാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇനി 5 ബൂത്തുകൾ മാത്രമാണ് എണ്ണാനുള്ളത്. പക്ഷേ KM ഷാജിക്ക് ഇപ്പോൾ 2057 വോട്ടുകളുടെ ഭൂരിപക്ഷമുണ്ട്. അങ്ങേയറ്റം കടുത്ത മത്സരമാണ് അവിടെ KM ഷാജിക്ക് നൽകിയത് എന്നത് MP നികേഷ് കുമാർ നൽകിയത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ആദ്യം മുതൽ തന്നെ നികേഷ് കുമാറിന് വളരെ പ്രധാനപ്പെട്ട വാർത്ത, തൃപ്പൂണിത്തുറ നിന്ന് 2539 വോട്ടുകൾക്ക് M സ്വരാജ് മുന്നിട്ട് നിൽക്കുകയാണ്. K ബാബുവിനേക്കാൾ വലിയ ആരോപണ വിധേയനായ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ പരാജയത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് LDF പറഞ്ഞ K ബാബുവിനെ തോൽപ്പിക്കുമോ സ്വരാജ് എന്നാണ് നമുക്കറിയാനുള്ളത്. 2539 വോട്ടുകളുടെ ലീഡാണ് ഇപ്പോൾ M സ്വരാജിനുള്ളത്. സനൂപ് ശശിധരൻ വിവരങ്ങളുമായി ചേർന്നു. സനൂപ്, ഇനി ഏതൊക്കെ സ്ഥലങ്ങളിലാണ് വോട്ടെണ്ണാനുള്ളത്? K ബാബുവിന് തിരിച്ചു വരാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? K ബാബുവിന് തിരിച്ചു വരാനുള്ള സാധ്യത ഏറെക്കുറെ മങ്ങിയെന്ന് തന്നെ പറയണം. നേരിയ UDF-ന് വ്യക്തമായ ഭൂരിപക്ഷം കിട്ടുന്ന മരട്, നെട്ടൂർ ഭാഗങ്ങളിലൊന്നും തന്നെ കാര്യമായ ലീഡ് എടുക്കാൻ ബാബുവിന് സാധിച്ചില്ല. അതേസമയം LDF-ന് കൃത്യമായ ഭൂരിപക്ഷം കിട്ടുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ സ്വരാജ് ലീഡ് ചെയ്യുകയും ചെയ്തു. എരൂര്, പള്ളുരുത്തി, ഉദയംപേരൂരിലെല്ലാം തന്നെ വ്യക്തമായ ഭൂരിപക്ഷം തന്നെയാണ് സ്വരാജിന് ലഭിച്ചിരിക്കുന്നത്. ഉദയംപേരൂരായിരുന്നു BDGS ബാബുവിനെ സഹായിച്ചിട്ടുണ്ട്, വോട്ട് മറിച്ചിട്ടുണ്ടെന്ന ആക്ഷേപം നേരിട്ടിരുന്നത്. പക്ഷേ അവിടെയും ബാബുവിനെ പിടിച്ചു നിൽക്കാനായിട്ടില്ല. ഇപ്പോൾ 2314 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് തൃപ്പൂണിത്തുറയിൽ M സ്വരാജ് നേടിയിരിക്കുന്നത്. 25 വർഷങ്ങൾക്ക് ശേഷം മണ്ഡലം ഏതാണ്ട് 2314 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ്, ലീഡാണ് ഇപ്പോൾ M സ്വരാജിനുള്ളത്. 2314 വോട്ടുകളുടെ ലീഡാണ് M സ്വരാജ് K ബാബുവിന് മേൽ നേടിയിരിക്കുന്നത്. വലിയ പ്രധാനപ്പെട്ട വാർത്തയാണത്. അഴീക്കോട് നികേഷ് കുമാറിന്റെ തോൽവി ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. ഇനി കേവലം 3 ബൂത്തുകൾ മാത്രമാണ് എണ്ണാനുള്ളത്. അവിടെ KM ഷാജി വിജയം ഉറപ്പിക്കുന്നതിന്റെ സൂചനകൾ ഏതാണ്ട് വന്നു കഴിഞ്ഞു. നികേഷ് കുമാറിന്റെ പരാജയം ഉണ്ടാകാനുള്ള സാധ്യത കൂടിയിരിക്കുന്നു.
കണ്ണൂർ അഴീക്കോട് മണ്ഡലത്തിൽ. കണ്ണൂരിൽ 2353 വോട്ടുകൾക്കാണ് KM ഷാജി അഴീക്കോട് നിൽക്കുന്നത്. കൂത്തുപറമ്പ് KK ശൈല ടീച്ചർ 12461 വോട്ടുകൾക്ക് KP മോഹനേക്കാൾ ലീഡ് നേടിയിരിക്കുകയാണ്. KK ശൈല ടീച്ചർ നിലവിലെ മന്ത്രി ഉദുമയിൽ K. സുധാകരൻ തോറ്റു. ഉദുമയിൽ K. സുധാകരന്റെ തോൽവി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. ഉദുമയിൽ K. സുധാകരൻ തോറ്റതായ വിവരങ്ങളാണ് വരുന്നത്. ഉദുമയിൽ 3868 വോട്ടുകൾക്ക് K. കുഞ്ഞിരാമൻ വിജയിച്ചതായിട്ടാണ് വരുന്ന വിവരം. K. സുധാകരന് 3868 വോട്ടുകളുടെ കുറവുണ്ട് K. കുഞ്ഞിരാമനേക്കാൾ. ഉദുമയിൽ വൻ വിജയമുണ്ടാക്കുമെന്നായിരുന്നു ആദ്യം മുതലുള്ള UDFന്റെ പ്രതീക്ഷ. K. സുധാകരൻ അദ്ദേഹം വോട്ടെണ്ണലിന് ഇടയിൽ പലപ്പോഴും വളരെ മുന്നിൽ കയറി വരികയും ചെയ്തിരുന്നു. പക്ഷേ 3868 വോട്ടുകൾക്ക് പിന്നിലാണ് അദ്ദേഹം ഇപ്പോൾ K. കുഞ്ഞിരാമനേക്കാൾ എന്നതാണ് വിവരം. KK ശൈലജ വലിയ തോതിൽ മുന്നേറിയിരിക്കുന്നു. 12579 വോട്ടുകളുടെ ലീഡാണ് KP മോഹന്റെ മേൽ KK ശൈലജ നേടിയിരിക്കുന്നത്. K. സുധാകരൻ തോറ്റു. ഷഫീഖ് നസറുള്ള വിവരങ്ങളുമായി ചേർന്നിരിക്കുന്നു. ഷഫീഖ്, വിവരങ്ങൾ എന്താ? 2460. K. സുധാകരന്റെ തോൽവിയാണ് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. K. സുധാകരൻ ഉദുമയിൽ K. കുഞ്ഞിരാമനെതിരെ 3868 വോട്ടുകൾക്ക് പരാജയപ്പെട്ടിരിക്കുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. K. സുധാകരന്റെ തോൽവി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. തൃപ്പൂണിത്തുറയിൽ K. ബാബു പിന്നിലാണ് എന്ന വിവരമാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളൊന്ന്. തൃപ്പൂണിത്തുറയിൽ CPMന്റെ യുവനേതാവ് M. സ്വരാജ് K. ബാബുവിന് മേൽ വിജയം നേടുമോ എന്നതാണ് ഈ ഘട്ടത്തിൽ ഇനി അങ്ങോട്ട് അറിയാനുള്ളത്. നല്ല വോട്ടുകളുടെ ലീഡാണ് M. സ്വരാജിനുള്ളത്. 2000-ലേറെ വോട്ടുകളുടെ ലീഡ് അദ്ദേഹം തൃപ്പൂണിത്തുറയിൽ K. ബാബുവിന് മേൽ നേടിയിട്ടുണ്ട്. K. ബാബു ഇപ്പോൾ 2567 വോട്ടുകളുടെ ലീഡാണ് M. സ്വരാജിന് K. ബാബുവിനേക്കാൾ ഉള്ളത്. K. ബാബുവിന് മേലുള്ളത് 2567 വോട്ടുകളുടെ ലീഡിൽ M. സ്വരാജ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് തൃപ്പൂണിത്തുറയിൽ. K. ബാബു പരാജയപ്പെടുമോ എന്നത് അറിയാൻ അല്പസമയം കൂടെ കാത്തിരിക്കേണ്ടതുണ്ട്. ഏതായാലും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടെ തോറ്റിരിക്കുന്നു, K. സുധാകരൻ. പക്ഷേ അഴീക്കോട് നിന്ന് വലിയ പ്രതീക്ഷ നൽകി അവസാനം വരെ എത്തിയെങ്കിലും അഴീക്കോട് നിന്ന് MV നികേഷ് കുമാർ പരാജയപ്പെട്ട വിവരവും കൂടെ വന്നിരിക്കുന്നു. MV നികേഷ് കുമാറിന് മേൽ KM ഷാജി വിജയം നേടിയിരിക്കുന്നു അഴീക്കോട്. KM ഷാജി ഏതാണ്ട് വിജയത്തോട് അടുത്തിരിക്കുന്നു. MV നികേഷ് കുമാറിന്റെ പരാജയം ഏതാണ്ട് ഉറപ്പായി കഴിയുകയും ചെയ്തിരിക്കുന്നു. വലിയ മത്സരം നടക്കുന്ന തൃപ്പൂണിത്തുറയിൽ M. സ്വരാജ് ഇപ്പോൾ മുന്നേറ്റം നടത്തുന്നുണ്ട്. വളരെ കൺസിസ്റ്റന്റ് ആയി ഇപ്പോൾ M. സ്വരാജിന്റെ ലീഡ് നില ഉയരുന്നുമുണ്ട്. 2559 മന്ത്രി K. ബാബുവിനെതിരായ M. സ്വരാജിന്റെ ലീഡ് ഇപ്പോഴുള്ളത്. തൃപ്പൂണിത്തുറയിൽ M. സ്വരാജ് വിജയിക്കാനുള്ള സാധ്യതയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. വൻമരങ്ങൾ പലതും കടപുഴകി വീഴുന്നതാണ് ഈ ജനവിധിയിൽ കാണുന്നത്. ഷഫീഖ് നസറുള്ള വിവരങ്ങളുമായി ഉണ്ട് കാസർഗോഡ് നിന്ന്. ഷഫീഖ്, എന്താണ് കാസർഗോഡിലെ ഇപ്പോഴത്തെ അവസ്ഥ? ഉദുമയിൽ K. സുധാകരന്റെ തോൽവി എത്ര വോട്ടുകൾക്കാണ്? മറ്റെന്തെല്ലാം വിശദാംശങ്ങൾ? ഉദുമയിൽ വലിയ പ്രതീക്ഷയുമായാണ് UDF K. സുധാകരനെ സ്ഥാനാർത്ഥിയാക്കിയത്. 3832 വോട്ടുകൾക്ക് K. സുധാകരൻ പരാജയപ്പെട്ടിരിക്കുന്നു. LDF വലിയ ഭീഷണിയിലുണ്ടായിരുന്നു എന്നാണ്. എങ്കിലും LDFന്റെ കേന്ദ്രങ്ങളിൽ വലിയ ഭൂരിപക്ഷം K. കുഞ്ഞിരാമൻ LDFന്റെ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചു. അവസാന സമയങ്ങളിൽ ബേഡകം, കുറ്റിക്കോൽ, പുല്ലൂർ പെരിയ തുടങ്ങിയ LDFന് വലിയ മേധാവിത്വമുള്ള പഞ്ചായത്തുകളിൽ LDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ച മൂവാറ്റുപുഴയിൽ ജോസഫ് വാഴക്കൻ തോറ്റു. 9375 വോട്ടുകൾക്ക് മൂവാറ്റുപുഴയിലെ സിറ്റിംഗ് MLA ജോസഫ് വാഴക്കൻ UDF സ്ഥാനാർത്ഥി തോറ്റിരിക്കുന്നു. പാലക്കാട് ഷാഫി പറമ്പിലിന്റെ വിജയപ്രഖ്യാപനം വന്നിട്ടുണ്ട്. പാലക്കാട് ഷാഫി പറമ്പിൽ വിജയിച്ചിരിക്കുന്നു. ശോഭാ സുരേന്ദ്രനെ തോൽപ്പിച്ചിരിക്കുന്നു പാലക്കാട് ഷാഫി പറമ്പിൽ. MV നികേഷ് കുമാറിന്റെ തോൽവിയും പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. MV നികേഷ് കുമാർ അഴീക്കോട് മണ്ഡലത്തിൽ ശക്തമായ മത്സരം കാഴ്ചവെച്ച ശേഷം MV നികേഷ് കുമാർ ഇടതുപക്ഷ സ്ഥാനാർത്ഥി അഴീക്കോട് തോറ്റിരിക്കുന്നു. PP സന്ധ്യ വിശദാംശങ്ങളുമായി PP സന്ധ്യയുണ്ട്. മൂവാറ്റുപുഴയിൽ ജോസഫ് വാഴക്കന്റെ പരാജയം ഉണ്ടായിരിക്കുന്നു. സന്ധ്യ, എന്താണ് വിശദാംശങ്ങൾ? ഗോപി, തുടക്കം മുതൽക്ക് തന്നെ മൂവാറ്റുപുഴയിലെ LDF സ്ഥാനാർത്ഥി വ്യക്തമായ ലീഡ് നേടുന്ന കാഴ്ചയാണ് മൂവാറ്റുപുഴയിൽ കണ്ടത്. ജോസഫ് വാഴക്കിനെതിരെ എൽദോ എബ്രഹാം ഇതുവരെ 7000 വോട്ടുകളാണ് കൂടുതൽ നേടിയിട്ടുള്ളത്. അദ്ദേഹം ഏതാണ്ട് വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. അവസാന റൗണ്ട് ഇവിടെ എണ്ണിക്കഴിഞ്ഞിരിക്കുകയാണ്. ഏതാണ്ട് 10,000-ഓളം വോട്ടുകളുടെ ലീഡ് ഇവിടെ ഇദ്ദേഹത്തിന് ഉറപ്പിക്കാനാവുമെന്നാണ് കരുതുന്നത്. തുടക്കം മുതൽക്ക് തന്നെ ഇവിടെ ശക്തമായ മത്സരമാണ് നടന്നത്. ഒരു ഘട്ടത്തിലും ജോസഫ് വാഴക്കൻ മുന്നിലെത്തുന്ന സ്ഥിതി ഉണ്ടായിരുന്നില്ല. എൽദോ എബ്രഹാം തന്നെയായിരുന്നു തുടക്കം മുതൽ തന്നെ ലീഡ് ചെയ്തിരുന്നത്. ഇവിടെ ചില ഘടകങ്ങൾ സുപ്രധാനമാണ്. മലയോര മേഖലയാണ്. അതുകൊണ്ട് തന്നെ മൂവാറ്റുപുഴയിൽ ജോസഫ് വാഴക്കൻ പരാജയപ്പെട്ടിരിക്കുന്നു. അതിന്റെ വിവരങ്ങളാണ് PP സന്ധ്യ നൽകുന്നത്. 2475 വോട്ടുകൾക്ക് M. സ്വരാജ്
തൃപ്പൂണിത്തുറയിൽ കെ ബാബുവിനുമേൽ ലീഡ് ചെയ്യുകയാണ്, തുടരുകയാണ് ലീഡ് എന്ന വിവരമാണ് ലഭിക്കുന്നത്. 2475 വോട്ടുകൾക്ക് എം സ്വരാജ് ലീഡ് ചെയ്യുകയാണ്. 2475 വോട്ടുകൾക്ക് എം സ്വരാജ് കെ ബാബുവിനുമേൽ ലീഡ് ചെയ്യുകയാണ്. രാഷ്ട്രീയ കേരളം അങ്ങോട്ടാണ് ഇനി നോക്കാനുള്ളത്. കെ സുധാകരന്റെ തോൽവി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. ജോസഫ് വാഴക്കൻ തോറ്റിട്ടുണ്ട്. നികേഷ് കുമാർ തോറ്റിട്ടുണ്ട്. ഇത്തരം പാലക്കാട് ഷാഫി പറമ്പിൽ വിജയിച്ചിട്ടുണ്ട് എന്നീ വിവരങ്ങൾ. കെ എം മാണി വിജയിച്ചു. വലിയ മത്സരത്തിനൊടുവിൽ കെ എം മാണി വിജയിച്ചിരിക്കുന്നു എന്ന വിവരമുണ്ട്. അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷത്തിലേക്ക് ഒരുപക്ഷെ പോകേണ്ടതുണ്ട്. മലപ്പുറത്തു നിന്നുള്ള വിവരങ്ങളിൽ അൻവർ പി വി അൻവർ നിലമ്പൂരിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി 6830 വോട്ടിന്റെ ലീഡ് നിലനിർത്തുന്നു. അവിടെ ആര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെടാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് തിരൂരങ്ങാടിയിൽ മന്ത്രി പി കെ അബ്ദുറബിനെതിരായ ലീഡ് നിയാസ് നിലനിർത്തുന്നു എന്നുള്ളത്. 2441 വോട്ടിന്റെ ലീഡ് നിയാസ് അബ്ദുറബിനെതിരായി നിലനിർത്തുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് താനൂർ മണ്ഡലത്തിൽ അബ്ദുറഹ്മാൻ അണ്ടത്താണിയുടെ ലീഡ് 271 നിന്ന് 348 ഉയർന്നിട്ടുണ്ടെങ്കിൽ പോലും അതൊരു നേരിയ. അഴീക്കോട് കെ എം ഷാജിയുടെ വിജയം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. എം പി നികേഷ് കുമാർ പരാജയപ്പെട്ടിരിക്കുന്നു. സുനിൽ ഐസക് വിവരങ്ങൾ നൽകും. സുനിൽ, എത്ര വോട്ടുകൾക്കാണ് വിജയം? ഗോപി, ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ അഴീക്കോട് UDF സ്ഥാനാർത്ഥി കെ എം ഷാജി വിജയിച്ചിരിക്കുന്നു. 2284 വോട്ടുകൾക്കാണ് കെ എം ഷാജി വിജയിച്ചത്. 63,082 വോട്ടുകൾ കെ എം ഷാജിക്ക് ലഭിച്ചപ്പോൾ 60,798 വോട്ടുകളാണ് തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി എം പി നികേഷ് കുമാറിന് ലഭിച്ചിട്ടുള്ളത്. BJPക്ക് 12,533 വോട്ടുകളും മണ്ഡലത്തിൽ ലഭിച്ചിരിക്കുന്നു. എന്തായാലും കെ എം ഷാജിയുടെ വിജയം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. കെ എം ഷാജി അഴീക്കോട് വിജയിച്ചിരിക്കുന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന അഴീക്കോട് മണ്ഡലത്തിൽ എം പി നികേഷ് കുമാർ ഒടുവിൽ വരെ സസ്പെൻസ് നിലനിർത്തിയ ശേഷമാണ് കെ എം ഷാജിക്ക് വിജയം ലഭിക്കാനായത്. കെ എം ഷാജിക്ക് സനീഷ്, കായംകുളത്തെ വിജയവാർത്ത കൂടി. ഇടതുപക്ഷ സ്ഥാനാർത്ഥി പ്രതിഭ ഹരി 16,857 വോട്ടുകൾക്ക് വിജയിച്ചിരിക്കുന്നു. എം ലിജുവിനെ പരാജയം. ഒരു നിമിഷം, ഉമ്മൻചാണ്ടിയുടെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിലെ വീട്ടിൽ നിന്നും ഈ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ വിവരങ്ങൾ അറിയുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിലേക്ക് തന്നെ ക്യാമറ പോകേണ്ടതുണ്ട്. അദ്ദേഹം എന്താണ് പറയാനുള്ളത് എന്നതുകൂടെ നമുക്ക് അറിയേണ്ടതുണ്ട്. ഏതായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വൻ വിജയം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പൂർണ്ണമായി തന്നെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. വോട്ട് കണക്കുകൾ സംബന്ധിച്ചുള്ള അവസാന നിലയിലേക്ക് എത്തുക മാത്രമാണ് വേണ്ടത്. അതുകൊണ്ട് സ്വാഭാവികമായും ഏറ്റവും പ്രധാനപ്പെട്ടതായി ലഭിക്കാനുള്ള പ്രതികരണം ഉമ്മൻചാണ്ടിയുടെ ഭാഗത്തു നിന്നാണ്. ഷിബു ബേബി ജോൺ തോറ്റിരിക്കുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. ചവറയിൽ ഷിബു ബേബി ജോണിന്റെ പരാജയം പ്രഖ്യാപിച്ചിരിക്കുന്നു. ശ്യാമാർ ബാബു ചേരുന്നു. ശ്യാം, വിശദാംശങ്ങൾ. എത്ര വോട്ടുകൾക്കാണ് പരാജയം? ശ്യാമാർ ബാബു, എപ്പോഴാണ് എത്ര വോട്ടുകൾക്കാണ് പരാജയമുണ്ടായത് ഷിബു ബേബി ജോണിന്റെ? ശ്യാമിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ഷാഫി പറമ്പിൽ 14,818 വോട്ടുകൾക്ക് മുന്നിലാണ് എന്നതാണ് കാണുന്നത്. അദ്ദേഹത്തിന്റെ വിജയത്തിലേക്ക് ഒരുപക്ഷെ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. കായംകുളത്ത് എം ലിജു വിജയിച്ചു തോറ്റു എന്ന വാർത്ത കൂടെയുണ്ട്. പ്രതിഭ ഹരിയാണ് കായംകുളത്ത് ജയിച്ചിരിക്കുന്നത്. കെ സുധാകരൻ, ജോസഫ് വാഴക്കൻ, ഷിബു ബേബി ജോൺ, വളരെ പ്രധാനപ്പെട്ട UDF നേതാക്കളെല്ലാം പരാജയപ്പെടുന്ന വിവരമാണ് ലഭിക്കുന്നത്. ഷിബു ബേബി ജോൺ പിന്നിലാണ് ഇപ്പോഴും. പി കെ ജയലക്ഷ്മി പിന്നിലാണ്. പി കെ ജയലക്ഷ്മി തോൽക്കാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ പി കെ അബ്ദുറബ് ഇപ്പോൾ പിന്നിലാണ്. ചവറയിൽ ഷിബു ബേബി ജോൺ പരാജയപ്പെട്ടു. ശ്യാമാർ ബാബു ചേർന്നു ചവറയിലെ വിവരങ്ങളുമായി. ശ്യാം, വിവരങ്ങൾ എന്ത്? എത്ര വോട്ടുകൾക്കാണ് പരാജയം? വിശദാംശങ്ങൾ. തനിക്ക് വലിയ അട്ടിമറി ചവറയിൽ നടന്നിരിക്കുന്നു. 6,189 വോട്ടുകൾക്ക് ചവറയിൽ CND സ്ഥാനാർത്ഥിയായ N വിജയൻപിള്ള ഷിബു ബേബി ജോണിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. തുടക്കം മുതൽ തന്നെ, ആദ്യഘട്ടം മുതൽ തന്നെ N വിജയൻപിള്ള ലീഡ് നിലനിർത്തുകയായിരുന്നു. ഏതാണ്ട് ഷിബുവിന്റെ ശക്തി കേന്ദ്രം എന്നറിയപ്പെടുന്ന നീണ്ടകര പഞ്ചായത്തിൽ പോലും ഷിബുവിന് ലീഡ് നിലനിർത്താനായില്ല. നീണ്ടകര എണ്ണിയപ്പോൾ ഏതാണ്ട് ഷിബു ബേബി ജോൺ ഏതാണ്ട് 2000 വോട്ടുകൾക്ക് പിന്നിൽ പോയി. ഇപ്പോൾ ഏതാണ്ട് 6,189 വോട്ടുകൾക്ക് ഷിബു ബേബി ജോൺ പരാജയപ്പെട്ടിരിക്കുന്ന വിവരമാണ് നമുക്ക് നൽകാനാകുന്നത്. പ്രധാനപ്പെട്ട UDF നേതാക്കളുടെ പരാജയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഷിബു ബേബി ജോൺ തോറ്റിരിക്കുന്നു. ജോസഫ് വാഴക്കൻ മൂവാറ്റുപുഴയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ഒടുവിലിത പന്തളം സുധാകരന് തോൽവി. കോങ്ങാട് KV വിജയദാസാണ് വിജയിച്ചത്, LDF സ്ഥാനാർത്ഥി. പന്തളം സുധാകരന് 13,271 വോട്ടുകളുടെ തോൽവിയാണ്. ഭൂരിപക്ഷത്തോടെയാണ് KV വിജയദാസ് ജയിച്ചിരിക്കുന്നത്. 13,271 വോട്ടുകളുടെ പരാജയമാണ്, വൻ പരാജയമാണ് പന്തളം സുധാകരൻ ഉണ്ടായിരിക്കുന്നത്. UDF സ്ഥാനാർത്ഥികളുടെ പരാജയ വാർത്ത വരുമോ? അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട, അതിനോട് ചേർത്ത് വെക്കാവുന്നത് കെ ബാബു തൃപ്പൂണിത്തുറയിൽ പിന്നിലാണ് എന്നതാണ്. ഇപ്പോഴും കെ ബാബു പരാജയപ്പെടുമോ എന്നൊന്നും പറയാറായിട്ടില്ലെങ്കിൽ തന്നെയും എം സ്വരാജിന് മുന്നിൽ വലിയ തോതിലുള്ള പോരാട്ടമാണ് അവിടെ നടന്നത് എന്നത് സംബന്ധിച്ച് സംശയമില്ല. കെ ബാബു പിന്നിലാണ്. കെ ബാബു തോൽവിയിലേക്ക് എന്ന് തന്നെ പറയാവുന്നതാണ്. കെ ബാബു തോൽവിയിലേക്ക് എന്ന് തന്നെ പറയാവുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. സനൂപ് ശശിധരൻ ചേരുന്നു വിവരങ്ങളുമായി. സനൂപ്, എത്ര വോട്ടുകളുടെ ലീഡുണ്ട്? 2,516 എന്നാണ് കാണുന്നത്.
2516 വോട്ടുകളുടെ ലീഡാണ് ഇപ്പോൾ സ്വരാജിന് ഉള്ളത്. പോസ്റ്റൽ വോട്ടുകൾ പോലും വ്യക്തമായ ഭൂരിപക്ഷം നേടിക്കൊണ്ടാണ് സ്വരാജ് മണ്ഡലം തിരിച്ചുപിടിക്കുന്നത്. ബാബു ഏതാണ്ട് തോൽവിയിലേക്ക് എന്ന് തന്നെ പറയാം. UDF വ്യക്തമായ മേൽക്കൈ നേടുന്ന പല മേഖലകളിലും പിന്നിലേക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. നെട്ടൂർ മരട് ഭാഗത്തായിരുന്നു സാധാരണ UDF വ്യക്തമായ വലിയ ഭൂരിപക്ഷം തന്നെ ലഭിക്കാറുള്ളത്. പക്ഷേ ഇവിടങ്ങളെല്ലാം തന്നെ നേരിയ ഭൂരിപക്ഷം മാത്രമാണ് UDF എടുക്കാനായത്. അതേസമയം LDF ശക്തി കേന്ദ്രങ്ങളിലെല്ലാം തന്നെ മികച്ച ഭൂരിപക്ഷം എം സ്വരാജിന് നേടാൻ കഴിഞ്ഞു. ഇനി എത്ര ബൂത്തുകൾ എണ്ണാനുണ്ട് സനൂപ്? ഇനി എത്ര ബൂത്തുകൾ എണ്ണാനുണ്ട്? ഏത് കേന്ദ്രങ്ങളാണവ? 82 ബൂത്തുകളാണ് ഇനി അവശേഷിക്കുന്നത്. മുഖ്യമായും പള്ളുരുത്തി പോലുള്ള ഇടതുപക്ഷത്തിന് മുൻതൂക്കമുള്ള ബൂത്തുകളാണ് എണ്ണാനുള്ളത്. തൃപ്പൂണിത്തുറ ടൗണിൽ എണ്ണിയപ്പോഴാണ് BJPക്ക് ലീഡ് കിട്ടി. ഇനി തൃപ്പൂണിത്തുറ തെക്കുംഭാഗം ഉൾപ്പെടെയുള്ള LDF ലീഡ് വ്യക്തമായ ലീഡ് തന്നെ പ്രതീക്ഷിക്കുന്ന ഭാഗങ്ങളാണ് ഇനി എണ്ണാൻ ബാക്കി നിൽക്കുന്നത്. തൃപ്പൂണിത്തുറയിൽ കെ ബാബു പിന്നിലാണ്, എം സ്വരാജ് വലിയ വോട്ടുകൾക്ക് മുന്നിലാണ്. ഏതാണ്ട് വിജയം ഉറപ്പിക്കാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന് LDF കേന്ദ്രങ്ങൾ കണക്ക് കൂട്ടുന്നിടത്തേക്ക് തൃപ്പൂണിത്തുറയിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ കുറ്റ്യാടിയിൽ KK-ലധികം പിന്നിലാണ് UDF സ്ഥാനാർത്ഥി മുന്നിട്ട് നിൽക്കുന്നു എന്ന വിവരങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കോട്ടയത്ത് ഏറ്റുമാനൂരിൽ ഇപ്പോൾ മാറ്റമുണ്ടായിരിക്കുന്നു. ഇടതുപക്ഷ സ്ഥാനാർത്ഥി സുരേഷ് കുറുപ്പ് 2727 വോട്ടുകൾക്ക് മുന്നിലാണ്. ഇതുവരെ UDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടനായിരുന്നു മുന്നിൽ. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്, തിരൂരങ്ങാടിയിൽ PK അബ്ദുറബ്ബ് മന്ത്രി പിന്നിലാണ്. തുടക്കം മുതൽ തന്നെ നിയാസ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി അവിടെ മുൻതൂക്കം നിലനിർത്തിയിരുന്നു. എന്താണ് അവിടുത്തെ വിവരങ്ങൾ എന്ന് നോക്കാം. സാജിദ് അജ്മൽ വിവരങ്ങളുമായിട്ട്. സാജിദ്, തിരൂരങ്ങാടിയിൽ ഒരു അട്ടിമറിക്കുള്ള സാധ്യതയുണ്ടോ? അബ്ദുറബ്ബ് തുടക്കം മുതൽ തന്നെ അദ്ദേഹം പിന്നിലാണ്. എന്താണ് ഇനി എണ്ണാനുള്ള ബൂത്തുകൾ വെച്ച് നോക്കുമ്പോൾ, ആ മേഖലകൾ വെച്ച് നോക്കുമ്പോൾ ഉള്ള സാധ്യത? ഗോപികൃഷ്ണൻ, ഇനി 69 ബൂത്തുകൾ മാത്രമാണ് എണ്ണാനുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും നിയാസ് പുളിക്കലകത്ത് വിജയിക്കാനുള്ള ഒരു സാധ്യതയാണ്. എന്നാൽ ഈ ഭാഗങ്ങളിൽ 69 ബൂത്തുകൾ എന്ന് പറയുന്നത് പരപ്പനങ്ങാടി ഭാഗമാണ്. അബ്ദുറബ്ബിന്റെ വീട് ഉൾപ്പെടെ നിൽക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ മുസ്ലിം ലീഗിന് നിർണായകമായ മേൽക്കൈ ഉള്ള ഭാഗമാണ്. എങ്കിൽ കൂടി വളരെ കുറഞ്ഞ വോട്ടുകൾ മാത്രമാണ് എണ്ണാൻ ഉള്ളത് എന്നാണ് ഇപ്പോൾ അറിയുന്നത്. നന്ദി സാജിദ് വിവരങ്ങൾക്ക്. നേമത്തേക്ക് ഒരിക്കൽ കൂടെ നേമത്തെ 8462 വോട്ടുകളുടെ ലീഡാണ് O രാജഗോപാലിന്. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി V ശിവൻകുട്ടിയേക്കാൾ ഉള്ളത്. O രാജഗോപാൽ വിജയിച്ചേക്കും എന്ന പ്രതീക്ഷ നല്ല തോതിൽ നിലനിർത്താവുന്ന അവസ്ഥ NDAയുടെ പ്രവർത്തകർക്കുണ്ട്. 8462 വോട്ടുകളുടെ ലീഡാണ് NDA സ്ഥാനാർത്ഥി O രാജഗോപാലിനുള്ളത്. ചരിത്രമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. NDA BJP അക്കൗണ്ട് തുറക്കുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പക്ഷേ അതേസമയം തന്നെ മറ്റൊരുപാട് സവിശേഷതകൾ കൂടെയുണ്ട്. കെ ബാബു എന്നെ പരാജയപ്പെടുത്തുമോ എം സ്വരാജ് എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയും എം സ്വരാജിന്റെ ലീഡ് നില ഇപ്പോൾ 2540 ഇനി കെ ബാബുവിനെ എം സ്വരാജ് പരാജയപ്പെടുത്താനുള്ള സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കൺസിസ്റ്റന്റായി തന്നെ എം സ്വരാജ് ഈ ഘട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ ലീഡ് നില നിലനിർത്തിയിട്ടുണ്ട്. എം സ്വരാജ് 2540 വോട്ടിന്റെ ലീഡ് നിലനിർത്തിക്കൊണ്ട് തന്നെ തൃപ്പൂണിത്തുറയിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നു. LDFൽ വലിയ മാറ്റമുണ്ടായിരിക്കുന്ന 2 മണ്ഡലങ്ങൾ, ഒന്ന് പെരുമ്പാവൂരും അങ്കമാലിയുമാണ്. പെരുമ്പാവൂർ എൽദോസ് കുന്നപ്പള്ളി 5033 വോട്ടുകളുടെ ലീഡ് സാജു പോളിന് മേൽ നേടുന്നു എന്നതാണ് വിവരങ്ങൾ. എൽദോസ് കുന്നപ്പള്ളിക്ക് 5333 വോട്ടുകളുടെ ലീഡുണ്ട്. അതോടൊപ്പം തന്നെ അങ്കമാലിയിൽ റോജി എം ജോൺ എന്ന കോൺഗ്രസിന്റെ യുവ സ്ഥാനാർത്ഥി 9186 വോട്ടുകളുടെ ലീഡാണ് ബെന്നി മുഞ്ഞേലിക്ക് മേൽ നേടിയിട്ടുള്ളത്. അദ്ദേഹത്തിന് 9186 വോട്ടുകളുടെ ലീഡുണ്ട് റോജി എം ജോണിന്. വട്ടിയൂർക്കാവ് ഫോട്ടോ ഫിനിഷിലേക്ക് നീങ്ങുകയാണ് എന്നത് ഫോട്ടോ ഫിനിഷിലേക്ക് പോവുകയാണ്. UDF സ്ഥാനാർത്ഥി കെ മുരളീധരനായിരുന്നു വട്ടിയൂർക്കാവിൽ മുന്നിൽ നിന്നിരുന്നത്. മുരളീധരനാണ് ഇപ്പോഴും 675 വോട്ടുകൾക്കാണ് അദ്ദേഹത്തിന് ലീഡ്. റഹീസ്, എന്താണ് വിവരങ്ങൾ? വട്ടിയൂർക്കാവിൽ 96 നമ്പർ ബൂത്ത് വരെ എണ്ണുമ്പോൾ BJP CPM അനുകൂല മേഖലയാണുള്ളത്. ഇപ്പോൾ 89 നമ്പർ ബൂത്താണ് എണ്ണുന്നത്. 96 വരെ ആകുമ്പോൾ UDF സ്ഥാനാർത്ഥിയുടെ വോട്ട് വീണ്ടും താഴോട്ട് വരും. ഒരുപക്ഷെ കുമ്മനം രാജശേഖരൻ മുന്നിലേക്ക് കയറിപ്പോകാനും സാധ്യതയുണ്ട് എന്നാണ് ആ വാർഡുകൾ മനസ്സിലാക്കുക. പക്ഷെ 96 ബൂത്ത് വരുമ്പോൾ പട്ടമേഖല കയറിയാണ്. അതിനുശേഷം കെ മുരളീധരൻ വലിയ തോതിൽ കുതിച്ചു വരും. 5000 വോട്ട് 96 എത്തുന്നതിന് മുമ്പ് 5000 വോട്ട് കുമ്മനം രാജശേഖരൻ ലീഡ് ചെയ്താൽ പോലും അതിനുശേഷം തിരിച്ചു പിടിക്കാവുന്ന തരത്തിലുള്ള ഒരു വാർഡുകളാണ് പട്ടം മുതൽ മുന്നേ അങ്ങോട്ടുള്ളത്. അതായത് വട്ടിയൂർക്കാവിലെ നില ഇപ്പോഴും അപ്രവചനീയമായി തുടരുന്നു. കെ മുരളീധരന്റെ ലീഡ് നില 740 മാത്രമാണ്. വട്ടിയൂർക്കാവിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നുണ്ട് BJPയുടെ സംസ്ഥാന അധ്യക്ഷനും NDA സ്ഥാനാർത്ഥിയുമായ കുമ്മനം രാജശേഖരൻ. കേന്ദ്രീകരിക്കേണ്ടതുണ്ട് ഗോപി, അവിടെ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. കെ മുരളീധരൻ 740 വോട്ടുകൾക്ക് മാത്രമാണ് കുമ്മനം രാജശേഖരനേക്കാൾ ലീഡ് ചെയ്യുന്നത്. അപ്പോൾ തന്നെയും അവർക്ക് കൂടെ പ്രതീക്ഷിക്കാവുന്ന ബൂത്തുകളിലാണ് ഇനി എണ്ണാനുമുള്ളത്. വട്ടിയൂർക്കാവിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ് ഇപ്പോഴുള്ളത്. നമ്മുടെ സ്ക്രീനിൽ ഇപ്പോഴുള്ള ദൃശ്യങ്ങളിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ തത്സമയ ദൃശ്യങ്ങൾ കൂടെയുണ്ട്, അതുകൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. കുറ്റ്യാടിയിൽ
കുറ്റ്യാടി പേരാമ്പ്ര മണ്ഡലങ്ങളിലെ വിവരങ്ങളുമായി ജയേഷ് രാഘവനുണ്ട്. ജയേഷ്, എന്താണ് കുറ്റ്യാടിയിലെയും പേരാമ്പ്രയിലെയും ഇപ്പോഴത്തെ അവസ്ഥ? ഗോപി, കുറ്റ്യാടിയിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി KK ലതിക വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇനി രണ്ട് ബൂത്തുകൾ മാത്രമാണ് എന്നുള്ളത്. പോസ്റ്റൽ വോട്ടിൽ ഉൾപ്പെടെ 2000-ഓളം വോട്ടുകളുടെ മുൻതൂക്കം KK ലതികയ്ക്കുണ്ട്. വളരെ ഒരു ഫോട്ടോ ഫിനിഷിലേക്കാണ് കുറ്റ്യാടിയിലെ മത്സരം നീങ്ങിയിരുന്നത്. എന്നാൽ അവസാനം മണിയൂർ പഞ്ചായത്ത് ഇടതുമുന്നണിക്ക് ഭൂരിപക്ഷമുള്ള പഞ്ചായത്താണ്. മണിയൂർ പഞ്ചായത്ത് എത്തിയപ്പോൾ 2000-ഓളം വോട്ട് KK ലതിക ഉയർത്തുന്നതാണ് കാണുന്നത്. ലതിക കുറ്റ്യാടിയിൽ വിജയിച്ചു എന്ന് പറയുന്നതാവും ഏറ്റവും ഉചിതം. 2000 വോട്ടെടുത്ത് KK ലതിക ഇവിടെ വിജയിക്കാനാണ് സാധ്യത. 600-ഓളം പോസ്റ്റൽ വോട്ടുകളും KK ലതികയ്ക്ക് അധികമുണ്ട്. എന്ത് തന്നെ ഇവിടെ ലഭിക്കുന്ന വിവരങ്ങളിൽ പക്ഷെ അതില്ല ഗോപി. അതായത് KK ലതിക പിന്നിലാണ് എന്ന വിവരമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിലുള്ളത്. പക്ഷേ ജയേഷ് റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കണം, ഒരുപക്ഷെ ഇപ്പോൾ തന്നില്ല, മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നതായിരിക്കണം, അപ്ഡേറ്റ് ചെയ്യപ്പെടാൻ താമസമെടുക്കുന്നതായിരിക്കാം. എന്തായാലും കുറ്റ്യാടിയിൽ വലിയ തോതിലുള്ള ഫോട്ടോ ഫിനിഷിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. ഏത് നിലക്കാകാനാണ് ജയേഷ് അവിടെ സ്ഥിതി? അതായത് ഇനി അങ്ങോട്ട് എണ്ണാനുള്ള ബൂത്തുകൾ ആർക്ക് സന്തോഷം നൽകുന്നതാണ്? സനീഷ്, ഇടതുമുന്നണിക്ക് വിജയം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കുറ്റ്യാടിയിൽ ഇപ്പോൾ മഞ്ചൂർ പഞ്ചായത്തിലെ വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞിരിക്കുന്നു. 600 വോട്ട് പോസ്റ്റൽ വോട്ടിൽ KK ലതിക്ക് അധികമുണ്ട്. 1600-ഓളം വോട്ട് ഈ മണിയൂരിലും KK ലതിക്ക് ലഭ്യമായി എന്നുള്ളതാണ് നമുക്ക് ഇവിടുത്തെ ഞാനിപ്പോൾ കൗണ്ടിംഗ് സെന്ററിലാണ് ഉള്ളത്. ഇവിടെ നമുക്ക് ലഭ്യമാകുന്ന വിവരം 2000-ഓളം വോട്ടുകൾ KK ലതിക വിജയിക്കാനുള്ള സാധ്യത തന്നെയാണ് ഏറ്റവും കൂടുതലായി ഇവിടുത്തെ കൗണ്ടിംഗ് സെന്ററിൽ നമുക്ക് തിരിച്ചു വരാം. അത് കായംകുളത്ത് എം ലിജു തോറ്റിരിക്കുന്നു. ജയേഷ് രാഘവൻ, കോഴിക്കോട് മണ്ഡലത്തിൽ അത്തരം മത്സരം നടക്കുന്ന കുറ്റ്യാടി അടക്കമുള്ള വിവരങ്ങളിലേക്ക് ഒരിക്കൽ കൂടെ വരേണ്ടതുണ്ട്. തിരിച്ചു വരാം, ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകണം. കുട്ടനാട് NDAക്ക് പ്രതീക്ഷയുണ്ടായിരുന്ന മണ്ഡലമാണ്. സുഭാഷ് വാസു BDJ സ്ഥാനാർത്ഥി ജയിച്ചേക്കാം എന്നൊരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. പക്ഷേ തോമസ് ചാണ്ടി അദ്ദേഹത്തിന്റെ മണ്ഡലം നിലനിർത്തിയിരിക്കുന്നു. വിവരങ്ങൾ നൽകും ഷൈജു. വിശദാംശങ്ങൾ. അതേ റിസൾട്ടിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അരൂരിൽ ആരിഫും ആലപ്പുഴയിൽ തോമസ് ഐസക്കും കായംകുളത്ത് പ്രതിഭാഹരിയും വിജയം ഏതാണ്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സനീഷ് പറഞ്ഞതുപോലെ കുട്ടനാട്ടിലും BDJSന്റെ പ്രതീക്ഷകൾക്ക് കനത്ത മങ്ങലെത്തിരിക്കുകയാണ്. അവിടെ BDJSനെ പിന്തള്ളിയാണ് തോമസ് ചാണ്ടി വിജയത്തിലേക്ക് അടുത്തിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ 7 സീറ്റുകളിലും ഇടതുമുന്നണി വ്യക്തമായ മുന്നേറ്റം നടത്തി വിജയത്തോട് അടുക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ആലപ്പുഴ ജില്ലയിൽ കഴിഞ്ഞ തവണത്തെ അതേ നിലവാരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഫലം പോയിക്കൊണ്ടിരിക്കുന്നത്. തുടക്കം മുതൽ തന്നെ ഇടതുമുന്നണി 7 മണ്ഡലങ്ങളിലും വ്യക്തമായ ഭൂരിപക്ഷം നേടിയിരുന്നു. ആ ഭൂരിപക്ഷത്തിലേക്കാണ് രമേശ് ചെന്നിത്തല തന്റെ ഭൂരിപക്ഷം ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു എന്നതാണ് UDFന്റെ ആശ്വാസം. എന്നാൽ PC വിശ്വനാഥ് വിജയിക്കും എന്ന കാര്യം നമുക്ക് കൃത്യമായി ഇപ്പോഴും പറയാൻ കഴിയില്ല. അവിടെ ഫോട്ടോ ഫിനിഷ് എന്ന് പറയുന്ന തരത്തിലേക്ക് ചെങ്ങന്നൂരിലെ സ്ഥിതി ഇപ്പോഴും പ്രവചനാതീതമായി തന്നെ നിൽക്കുന്നു. നമുക്ക് കേരളത്തിന്റെ ടാലി കൂടി നോക്കാം. 91 ഇടത്ത്, കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ 91 ഇടത്ത് വ്യക്തമായ ഭൂരിപക്ഷം നിലനിർത്തി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഇടത് തരംഗം ദൃശ്യമായിരിക്കുന്നു. 47 ഇടത്താണ് UDFന് മുന്നേറ്റം നടത്താൻ സാധിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്തെ നിയമമണ്ഡലത്തിൽ മാത്രമാണ് NDA മുന്നേറുന്നത്. അവിടെ അവർക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയുമോ എന്നത് കാത്തിരുന്ന് കാണണം. പൂഞ്ഞാറിൽ PC ജോർജ് സ്വന്തം നിലയ്ക്ക് തന്നെ സ്വതന്ത്രനായി നിന്നുകൊണ്ട് മുന്നേറ്റം നടത്തിയിരിക്കുന്നു. 91 ഇടത്ത് ഇടതുപക്ഷം വ്യക്തമായ ഒരു ഇടത് തരംഗം ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമാകുന്നു എന്നുള്ളതാണ് ഇതുവരെയുള്ള സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഏതായാലും കേരളത്തിലെ അടുത്ത 5 വർഷത്തെ ഭരണം ഇടത് കരങ്ങളിലേക്ക് പോകുന്നു എന്ന് അടിവരയിടുന്നതാണ് 91 സീറ്റിൽ ഇടതുപക്ഷം നടത്തുന്ന മുന്നേറ്റം. 91 സീറ്റുകളിലാണ് LDF, UDF 47 സീറ്റുകളിൽ, NDA ഇപ്പോഴും നേമത്ത് മാത്രമായി. രാജഗോപാൽ നല്ല ലീഡുണ്ട് അവിടെ. അത് പ്രതീക്ഷ നൽകിക്കൊണ്ട് തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നു. വലിയ അധികായന്മാരുടെ പതനം സ്വാഭാവികമായി ഉണ്ടായിട്ടുണ്ട്. അങ്കമാലിയിൽ റോജി M ജോണിൻ്റെ വിജയം പ്രഖ്യാപിക്കപ്പെട്ടതായി പറയുന്നു. K സുധാകരൻ മണ്ഡലം മാറി വിജയിക്കാൻ പോയ K സുധാകരൻ തോൽക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ആറന്മുളയിൽ നിന്നും വീണ ജോർജിൻ്റെ വിജയ വാർത്തയാണ് വന്നിരിക്കുന്നത്. വിജയം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. സജോ വിവരങ്ങൾ നൽകും. സജോ, വിശദാംശങ്ങൾ. സജോ, 7385 വോട്ടിന്റെ ലീഡാണ് വീണ ജോർജിന് കാണുന്നത്. വീണ വിജയിച്ചതായുള്ള പ്രഖ്യാപനം ഉണ്ടായോ? എന്താണ് വിശദാംശങ്ങൾ? പത്തനംതിട്ടയിൽ ശക്തമായ മത്സരം നടന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ആറന്മുള. അവിടെ വീണ ജോർജിന്റെ വിജയം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. 7385 വോട്ടിന്റെ ലീഡാണ് സിറ്റിംഗ് MLA K ശിവദാസൻ നായരെക്കാൾ വീണ ജോർജിന് ഉള്ളത്.
കുറ്റ്യാടിയിൽ ഇപ്പോഴും UDF സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. 981 വോട്ടുകൾക്ക് KK ലതികയേക്കാൾ ലീഡ് ചെയ്യുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സംസാരിക്കുന്നതിലേക്ക്. ഒരാക്ഷേപം പറഞ്ഞാൽ ഉടനെ കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ മനസ്സ് മാറും എന്നൊരു ചിന്തയിരിക്കില്ല. അതേസമയം നമുക്ക് പറ്റിയ പോരായ്മകൾ എന്താണെന്ന് നോക്കി അത് നികത്തി ഇതിനേക്കാൾ മെച്ചപ്പെട്ട രൂപത്തിലേക്ക് വരാനുള്ള പരിശ്രമം നടത്തണം. മാറ്റി നിർത്തണമെന്ന് പറഞ്ഞ സ്ഥാനാർത്ഥികളൊക്കെ പല മണ്ഡലങ്ങളിലും പിന്നോട്ട് പോയിട്ടുണ്ട്. അതപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാട് ശരിവെക്കുന്നതല്ലേ? ഇല്ല, ഞാൻ ആ രൂപത്തിലുള്ള കോൺട്രവേഴ്സിയിലോട്ടല്ല പോകുന്നത്. ഇപ്പോ നമുക്ക് ജനങ്ങളുടെ വിധിയിൽ നിന്ന് കിട്ടുന്ന പാഠം പഠിക്കണം. അതിന് നമ്മൾ പരിഹാരം കണ്ടു മുന്നോട്ട് പോകുക. താനൂരിൽ അബ്ദുറഹ്മാൻ